2024 തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ അതിലൊന്നും ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ കോൺഗ്രസ് അതിൻ്റെ രീതിയിൽ, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ അതിൻ്റെ രീതിയിൽ അത് പരിഗണിക്കുന്നത് കൊണ്ട് ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ ഒരു വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം അത് ഓൾറെഡി ഉണ്ട്. ഞാൻ മറ്റു ചില വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ സിസ്റ്റംസിലെല്ലാം തന്നെ കോൺഫിഡൻസ്, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇൻക്ലൂഡിങ് സുപ്രീം കോടതി മുതൽ ഇങ്ങോട്ട് CBIയും UGC ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും RBI ആണെങ്കിലും എല്ലാ സംവിധാനത്തിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക്. ആ വിശ്വാസം തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണം എന്നതാണ് ആദ്യത്തെ കാര്യം. അതാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ ഉറപ്പ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ സ്ഥാപനങ്ങൾ, അതിന് മറ്റു കാര്യങ്ങളിൽ ഞാൻ കിടക്കുന്നതിന് സമയമില്ലാത്തത്. രണ്ടാമത് ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പം നേരത്തെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ, മാർജിനലൈസ്ഡ് ആയ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരുപാട് ജനവിഭാഗങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വലിയ തോതിൽ തൂത്തെറിയപ്പെടുന്നുണ്ട്. അത് പല കാരണങ്ങളുണ്ടാവും. അതിൻ്റെ അത്തരം തൂത്തെറിയപ്പെടുന്ന ആളുകൾക്ക് നിങ്ങളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നൊരു ഉറപ്പ് ആ വിഭാഗങ്ങൾക്ക്. കാരണം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത കൂട്ടത്തിൽ കമ്മ്യൂണൽ ഐഡിയോളജി അവരുടെ ഉള്ളിലേക്ക് വരുന്നത് തന്നെ അവരുടെ അനാഥത്വം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഡെസർട്ടഡായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഐഡിയോളജിക്ക് വളരെ പെട്ടെന്ന് അവർ കീഴ്പ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് അതുപോലെ നമ്മുടെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണെന്നല്ലോ, ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞതുപോലെ ഒരു നെഹ്റൂവിയൻ എന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നെഹ്റൂവിയൻ എന്ന് നമ്മൾ വളരെ പൊതുവായ അർത്ഥത്തിൽ പറയുന്ന തരത്തിൽ സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജനത, സ്റ്റേറ്റ് സൗജന്യം കൊടുക്കുന്ന ഒരു ജനതയല്ല, സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജനത. അവരുടെ തൊഴിൽ, അവരുടെ വരുമാനം, അവരുടെ ജീവിതം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം. ഇപ്പോൾ കൃഷിയാണെങ്കിലും വ്യവസായമാണെങ്കിലും ഒക്കെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് മൈ പോയിന്റ്. മറ്റൊരു പ്രധാന പോയിന്റ്, ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വലിയ ക്രൈസിസ്, പലതരത്തിലുള്ള അതിൻ്റെ മൾട്ടി ഡൈമെൻഷണൽ, മൾട്ടി ഡിസിപ്ലിനറി, പല വിധത്തിലുള്ള അതിൻ്റെ ബാധ്യതകൾ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട്. അത് ഉരുൾപൊട്ടൽ മുതൽ ഉത്തരാഖണ്ഡ് മുതൽ കേരളം വരെയായാലും, അത് തീരദേശത്തിന് നാശമായാലും, അത് ഇടനാടിന് നാശമായാലും, ജലക്ഷാമമായാലും, കാർഷിക നാശമായാലും, ആരോഗ്യ പ്രശ്നങ്ങളായാലും, ഇനി നമ്മളൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും അത്തരം സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് പോകാനാണ്. കാരണം അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വിൽ ബി മച്ച് മോർ ദാൻ ദ ഗെയിൻ. എന്താ പറയുക, പ്രോഫിറ്റ് ലോസ് നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ചും റൂറൽ എക്കോണമി, റൂറൽ പബ്ലിക്, ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, ഇതൊക്കെ നമ്മുടെ മുൻപിലുള്ള അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നത്. മാത്രമല്ല വെസ്റ്റേൺ ഗട്ട്സ് പോലെ, ഹിമാലയൻ പോലെ, ഇന്ത്യൻ പോലെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഹയസ്റ്റ് ടെറൈനിൽ നമുക്ക് വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ നേരിടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു നാഷണൽ മാനിഫെസ്റ്റോ അടിയന്തരമായി വരേണ്ടത്. മറ്റൊന്ന് പെസൻസ്, കർഷകർ വലിയ സമരം നടത്തിയ ആളുകളാണ്. കർഷക സമരത്തെക്കുറിച്ച് നമ്മൾ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. MS സ്വാമിനാഥൻ ഫോർമുല കഴിഞ്ഞ സ്വാമിനാഥൻ ഫോർമുല MSP കൊടുക്കുമെന്ന്, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിലും പറഞ്ഞതാണ്. അത് കുറെ കൂടി കൺവിൻസിങ് ആണ് കർഷകരെ ബോധ്യപ്പെടുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ജയിക്കണമെങ്കിൽ കർഷകരുടെ പൂർണ്ണമായ പിന്തുണ വേണം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അവരാണ് ഏറ്റവും മാസീവായി ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിയ വലിയ ഒരു ഫോഴ്സ്. ഇപ്പോഴുള്ള ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിയ ഏക വിഭാഗം ഞാൻ കാണുന്നത് കർഷകർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പൂർണ്ണമായി കോൺഫിഡൻസ് എടുക്കണം, അല്ലെങ്കിൽ അവരെ മറ്റൊന്ന് സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദമുണ്ട്. ഇവരാണ് സ്ത്രീ സംവരണം കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാല്ലെങ്കിൽ ഈ റീഓർഗനൈസേഷനും സെൻസസും ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ് ഇവർ പറയുന്നത്. കോൺഗ്രസ് പറയേണ്ടതല്ല, റീഓർഗനൈസേഷനും സെൻസസും ഒന്നുമല്ല. ഇവിടെ 40% ഉള്ള വിമൻ, 33% എന്തായാലും ഞങ്ങൾ കൊടുത്തിരിക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതിന് സെൻസസോ റീഓർഗനൈസേഷനോ 800 സീറ്റാക്കിയിട്ട് കൊടുക്കുമെന്നൊക്കെ പറയുന്ന തട്ടിക്കൊടുക്കും. ദാറ്റ്സ് ഓൾ ഗിമ്മിക്സ്. ആ ഗിമ്മിക്സിൽ നിന്ന് മാറി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 33% സ്ത്രീകളുടെ സംവരണം ലീഗലി ബൈൻഡിങ് ആകും. അത് പറയാനുള്ള റീഓർഗനൈസേഷനൊക്കെ പറയുന്നത് ഞങ്ങളുടെ തട്ടിപ്പാണ്. കാരണം സ്ത്രീകളുടെ വോട്ടിനിടയിൽ വലിയ തോതിലുള്ള കൺഫ്യൂഷൻ ഇത് ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് നമ്മുടെ ഇംപ്രൂവ്മെന്റ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് റെയിൽവേ അടക്കമുള്ളത് വലിയ തോതിൽ പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു വശത്ത്, മറുവശത്ത് വേറെ
റൂറലായതുകൊണ്ടെന്ന് റെയിൽവേ ഞാൻ പറഞ്ഞു, ഹൈവേ പോലെയുള്ളത് ഈ ഒരുപാട് ടോളൊക്കെ വെച്ച് ആളുകളെ കൊല്ലുന്ന തരത്തിലുള്ള ഹൈവേ സംവിധാനത്തിൽ മാറ്റി ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ ടാക്സ് കൊടുക്കുന്ന ആളാണ്, പിന്നെ ഞാൻ അതിനെ ടോള് കൊടുക്കുന്നത്. അത് തന്നെ ലീഗലി എപ്പോഴും ടാക്സ് ടു ടോൾ എന്ന് പറയുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ആ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ടോളല്ല ടാക്സ് ആണ് എങ്ങനെയെങ്കിലും ടാക്സ് ഉള്ളവനെ വിരിക്കുകയും ടോൾ ഉപയോഗിക്കുന്നവനെ വിരിക്കുകയും ചെയ്യുന്ന. അപ്പോൾ ടീച്ചറെ പോലുള്ള ആളുകൾ പറയുകയും ഞാൻ മറ്റൊന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ പറ്റിയുള്ള നമ്മുടെ ഇറ്റ് ഈസ് വെരി വെരി ലാഗിങ്. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലൊരു രാജ്യം നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് സോളാറായാലും അല്ലെങ്കിൽ വിൻഡായാലും ടൈഡലായാലും ബയോമാസ് ആയാലും ഒരുപാട് സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഒരു രാജ്യത്ത് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ മാനിഫെസ്റ്റോയിലൂടെ മാത്രം, മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ടു ദ പബ്ലിക് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മൾ വെച്ച ഗ്യാരണ്ടി, അപ്പോൾ ഗ്യാരണ്ടി എന്നുള്ള വാക്കിനൊക്കെ പല വൃത്തിയായിട്ട് അർത്ഥം എങ്കിലും നമ്മൾ വില കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാൻ കഴിയണം. അപ്പോൾ തീർച്ചയായിട്ടും നോൺ കൺവെൻഷണൽ എനർജി പോലെയുള്ള സോഴ്സസ്. ഏതായാലും വളരെ താങ്ക്സ് ഇത് പറയാൻ അവസരം തന്നതിന് നന്ദി. താങ്ക് യു.